മുഗൾ വംശ സ്ഥാപകനായ ബാബർ. സോ ബാബർ വന്ന് പിടിച്ചെടുക്കിയതിനു ശേഷം വരുന്നത് മുഗൾ വംശമാണ്. ആർ യു ഗെറ്റിംഗ് ദാറ്റ്? സോ സുൽത്താനേറ്റ് കഴിഞ്ഞു, ദെൻ ഡൽഹി മുഗളിന്റെ റൂളറാണ്. മുഗളിന്റെ റൂളിംഗ് എൻഡ് ആകുമ്പോൾ വരുന്നതാണ് നമ്മളുടെ ബ്രിട്ടീഷുകാർ വരുന്ന ടൈം തൊട്ട് നമ്മളുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. സോ ഇന്നത്തെ ചാപ്റ്ററിൽ അഗെയിൻ ഞാൻ തിരിച്ചു വരിക. ഇന്നത്തെ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? 2 സെക്ഷനാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഡൽഹിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 2, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലെ അഡ്മിനിസ്ട്രേഷൻ റൂളേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. സോ ഡൽഹിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഡൽഹിയിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അവിടുത്തെ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും, മുഗൾസിനെ കുറിച്ച് പഠിക്കും. അതിനുശേഷം നിങ്ങൾ സതേൺ ഇന്ത്യൻ റൂളേഴ്സിനെ കുറിച്ചോ പ്രിൻസിലി സ്റ്റേറ്റിനെ കുറിച്ചോ എംപയറിനെ കുറിച്ചോ ആണ് പഠിക്കുന്നത്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? തുടങ്ങാം. സോ ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ ഒരു പോയമോ ഒരു കഥയാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഡയറി. ഫ്രണ്ട്സ്, ആരായി ഡയറി എഴുതുന്നത്? യമുന എന്ന് പറയുന്ന റിവർ ആണ് ഈ ഡയറി എഴുതുന്നത്. കുറച്ച് ഫാക്ട്സ് ഉണ്ട് അതിനകത്ത്, നോക്കാം. സോ യു മൈറ്റ് ഹാവ് ഹേർഡ് ഓഫ് മീ. യെസ്, ഐ ആം വൺ ഓഫ് ദ ട്രിബ്യൂട്ടറീസ് ഓഫ് ഗംഗ. സോ യമുന എന്ന് പറയുന്നത് ഗംഗയുടെ വൺ ഓഫ് ദ ട്രിബ്യൂട്ടറീസ് ആണ്. ഗംഗയ്ക്ക് ഒരുപാട് ട്രിബ്യൂട്ടറി ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഒരെണ്ണമാണ് യമുന എന്ന് പറയുന്നത്. ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ. സോ ഇന്ത്യയിലുള്ളതിൽ വെച്ച് ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ ആണ് ഗംഗ. ആ ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ് ഈ പറയുന്ന യമുന എന്ന് പറയുന്നത് ഞാൻ. സോ ഐ ഒറിജിനേറ്റ് ഫ്രം യമുനോത്രി ഇൻ ഉത്തരാഖണ്ഡ്. സോ യമുന റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന എവിടുന്ന? ഉത്തരാഖണ്ഡിലെ യമുനോത്രി എന്ന് പറയുന്ന റീജിയനിലാണ്. സോ ഡൽഹി ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് സിറ്റീസ് ഓൺ മൈ വേ. സോ ഡൽഹിയിലൂടെ ഒഴുകുന്ന നദി ഏത്? യമുന. ഓക്കെയാ? നൗ പോയിന്റ്സിലോട്ട് നമുക്ക് കിടക്കാം. The period between 8th century and 18th century is generally known as medieval period in Indian history. Okay. So, what all information can you gather from it? So, ഇതിനകത്ത് ഏതെല്ലാം ഇൻഫർമേഷൻ gather ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ നമുക്ക് gather ചെയ്യാൻ പറ്റുന്നുണ്ട്. ആരവല്ലി മൗണ്ടൻസ് നമുക്ക് gather ചെയ്യാൻ പറ്റുന്നുണ്ട്. സോർണോ ആരവല്ലി മൗണ്ടൻസ്. ദെൻ യമുന റിവർ നമുക്ക് gather ചെയ്യാൻ പറ്റുന്നുണ്ട്. Yes or no? So Indo-Gangetic plain we can gather from that. Aravalli mountains we can gather from that. Yamuna river we can gather from that. Then among its center we can see Delhi. So we have seen Delhi situated in the Indo-Gangetic plain. So the fertility of the region has been favorable for agricultural progress. Okay. The location of Aravalli mountains you should see. So Aravalli mountains located around the western region of Delhi എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. These mountain ranges helped Delhi to resist the invasion of enemies. So അന്നൊക്കെ എനിമീസിന്റെ ഇൻവേർഷൻ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ ഈ വളരെ ഹാർഷ് ആയിട്ടുള്ള വളരെ വെരി ഡിഫിക്കൽട്ട് ടെറൈൻ ആയിട്ടുള്ള ആരവല്ലി മൗണ്ടൻസ് ഹെൽപ്പ് ചെയ്തിരുന്നു. The massive rock of this mountain range also supplied stone for the construction of fort and buildings. What about then Yamuna? The river Yamuna facilitated water transportation and ensured enough water supply for Delhi. So ഡൽഹിക്ക് ആവശ്യമായ വെള്ളം എല്ലാം കൊടുക്കാൻ യമുന എന്ന് പറയുന്ന റിവർ, ഡൽഹിക്ക് ആവശ്യമായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനായിട്ടുള്ള സ്റ്റോൺ എല്ലാം കൊടുക്കാൻ അരവല്ലി എന്ന് പറയുന്ന മൗണ്ടൻ, എനിമീസിനെ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ അരവല്ലി മൗണ്ടൻസും ഹിമാലയൻ മൗണ്ടൻസും. ഓക്കെ, so it was a geographical feature that attracted rulers of Delhi. So ഡൽഹിയിലോട്ട് ഈ geographical feature ആണ് ഡൽഹിയിലോട്ട് റൂളേഴ്സിനെ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വാട്ട് ആർ ദ geographical features that motivated the rulers to opt Delhi as the center of power? എന്തൊക്കെയാണ്? ഒന്നെന്തുവാ? അതിന്റെ സോയിലിനെ പറ്റി. സോ സോയിൽ എന്ന് പറയുന്നത് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ ആണ്. സോ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിനിലാകുമ്പോൾ പ്രത്യേകത എന്തുവാ? അലൂവിയൽ സോയിലിന്റെ നല്ലൊരു ഡെപ്പോസിറ്റ് എപ്പോഴും കാണും. അലൂവിയൽ സോയിലിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല? അലൂവിയൽ സോയിൽ റിവർ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. സോ അലൂവിയൽ സോയിൽ ഡെപ്പോസിറ്റ് ഓൺ ദി പ്ലെയിൻ റീജിയൻ ഓഫ് ഇൻഡോ ഗാൻജറ്റിക് റീജിയൻ. So this is very fertile and it is favorable for agricultural progress. അന്നത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു, കൃഷിയായിരുന്നു. സോ ആ കൃഷി വളരെ രീതിയിൽ ഡെവലപ്പ് ആവാൻ ആ റീജിയൻ അട്രാക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് റൂളേഴ്സ് അവിടെ വന്നു. 1. 2, ആരവല്ലി മൗണ്ടൻസ് ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ കൊടുത്തു. 2,
അരവല്ലി മൗണ്ടൻസ് എല്ലാ ഡെവലപ്മെന്റൽ പ്രോസസ് അവിടുത്തെ കൺസ്ട്രക്ഷൻ പ്രോസസ്സിനുള്ള സ്റ്റോൺ പ്രൊവൈഡ് ചെയ്തു. 3 യമുന റിവർ എന്തെല്ലാം വാട്ടർ നീഡ്സ് ഉണ്ടോ ഡൽഹിക്ക് അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിരുന്നു. സോ ഡ്യൂ ടു ദീസ് റീസൺസ് rulers got attracted to Delhi as the center of their power. Okay, so it was under Tomar kings Rajput that Delhi first became a seat in 8th century. Back then Delhi was known as Dilliga. So following the Tomars, Chauhan dynasty came in Delhi. So Prithviraj Chauhan ആയിരുന്നു the last king of Chauhan dynasty in Delhi. Later Muhammad of Ghor, so നമ്മൾ ഗോറി ഡൈനാസ്റ്റി എന്ന് പറയും. മുഹമ്മദ് ഗോറി is in the present Afghanistan, means അഫ്ഗാനിസ്ഥാനിലെ ഗോർ region ഉള്ള മുഹമ്മദ്. So Muhammad of Ghor defeated that Prithviraj Chauhan and established his domination in Delhi. Now comes Qutbuddin. Qutbuddin Aibak was the commander-in-chief of Ghori. After the death of Muhammad Ghori, Qutbuddin established his rule in 1206 AD with Delhi. So this dynasty established by Qutbuddin Aibak is known as slave dynasty or Mamluk dynasty. So Mamluk dynasty or slave dynasty എന്ന് പറയുന്നത് ആര് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാ? Qutbuddin Aibak. 4 major dynasties ruled Delhi after, so totally 5 dynasties. So then this dynasties ended by 1526. കാര്യം 1526 മുഗൾ റൂളേഴ്സ് വരികയാണ് ചെയ്യുന്നത്. സോ ദ ഡൽഹി സുൽത്താനേറ്റ് പീരീഡ് 1206 മംലൂക്ക് ഡൈനാസ്റ്റി മുതൽ 1526 ലോധി ഡൈനാസ്റ്റി വരെയാണ് കണ്ടിന്യൂ ചെയ്തിരുന്നത്. സോ ഹിയർ ഈസ് ദ ലിസ്റ്റ്. ഫസ്റ്റ് വൺ ഈസ് മംലൂക്ക് ഡൈനാസ്റ്റി ഓർ സ്ലേവ് ഡൈനാസ്റ്റി ഓഫ് ഖുതബുദ്ദീൻ ഐബക്ക്. സെക്കൻഡ് വൺ ഈസ് ഖിൽജി, അലാവുദ്ദീൻ ഖിൽജി ആയിരുന്നു ഇമ്പോർട്ടന്റ് റൂളർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തുഗ്ലക്ക് ഡൈനാസ്റ്റി, നെക്സ്റ്റ് സയ്യിദ് ഡൈനാസ്റ്റി, നെക്സ്റ്റ് ലോധി ഡൈനാസ്റ്റി. സോ മംലൂക്ക് ഡൈനാസ്റ്റി ഓർ സ്ലേവ് ഡൈനാസ്റ്റി മെയിൻ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? റൂളർ ആരായിരുന്നു? ഖുതബുദ്ദീൻ ഐബക്ക് ആണ് അതിന്റെ ഫൗണ്ടർ. അദ്ദേഹത്തിന്റെ മകൻ ഇൽതുമിഷ്, ദെൻ ബൽബൻ. ഖൽജി ഡൈനാസ്റ്റി അലാവുദ്ദീൻ ഖൽജി ആണ് അതിന്റെ മെയിൻ ലീഡർ. തുഗ്ലക് ഡൈനാസ്റ്റി 2 പേര് മെയിൻ ഇമ്പോർട്ടന്റ് ആണ്, മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കും. സയ്യിദ് ഖിസ്ർ ഖാൻ ആണ് സയ്യിദ് ഡൈനാസ്റ്റി. ലോധി ഡൈനാസ്റ്റി ഇബ്രാഹിം ലോധിയാണ് ലോധി ഡൈനാസ്റ്റി. സോ 1526 ലോധിയും ബാബറും തമ്മിൽ യുദ്ധമുണ്ടായി. പാനിപ്പത്തിൽ ഫസ്റ്റ് പാനിപ്പത്ത്. ആഫ്റ്റർ ദാറ്റ് മുഗൾ റൂളേഴ്സ് കെയിം. വി വിൽ സ്റ്റഡി അബൌട്ട് ദാറ്റ്. ഓക്കെ. സോ 1206 മുതൽ 1526 വരെയുള്ള ടൈമാണ് ഈ ഡൽഹി സുൽത്താനേറ്റ് ഡൽഹിയെ ഭരിച്ചിരുന്നത്. Is that okay? So you need to complete this chart. So ഓരോ ഡൈനാസ്റ്റി മംലൂക്ക്, ഖിൽജി, ഖിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി ഇതെല്ലാം എടുത്തെഴുതിയിട്ട് അതിന്റെ ഇമ്പോർട്ടന്റ് ലീഡർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ യു നീഡ് ടു റീറൈറ്റ് ദാറ്റ് ഹിയർ. Okay. So Iltutmish was the ruler who assumed power after Qutbuddin. He conquered Multan, Lahore, Bengal region. He introduced a uniform monetary system in the regions under his control. Ara Iltutmish, Tanga and Jithal were the newly introduced coins. Okay. So Iltutmishന്റെ ടൈമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിൻസിന്റെ പേരാണ് ടൻഖ ആൻഡ് ജിഥാൽ. ഇൽത്തുമിഷൻ ടൈമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിൻ ആണ്. കാര്യം യൂണിഫോം മോണിറ്ററി സിസ്റ്റം ആയിരുന്നു ഇൽത്തുമിഷിന്റെ ഒന്ന് റീഫോമിസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ബൽബൻ വാസ് ദ മേജർ റൂളർ who rose to power after the reign of Iltutmish. So ഇൽത്തുമിഷിന്റെ ഭരണത്തിന് ശേഷം അടുത്ത തേർഡ് റൂളർ എന്ന് പറയുന്നത് ബൽബൻ ആയിരുന്നു. ഓക്കെ. സോ ഇൽത്തുമിഷിന്റെ ടൈമിൽ എക്സ്പാൻഷൻ നടന്ന റീജിയൻസ് ആയി കൊടുത്തിരിക്കുന്നത് മുൾത്താനും ലാഹോറും ബംഗാൾ റീജിയനും. ഓക്കെയാ. ശ്രദ്ധിച്ചോണം, ഗുജറാത്ത് ഇതിനകത്ത് വരുന്നില്ല. ഗുജറാത്ത് അടുത്തതിന്റെ കാര്യത്തിലാണ് വരുന്നത്. സോ ഇതിനകത്ത് ഒരു ചെറിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ഇൻഫോർമേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സുൽത്താന റസിയ. സുൽത്താന റസിയ എന്ന് പറയുന്നത് നമ്മുടെ ഇൽത്തുമിഷിന്റെ മകളായിരുന്നു സുൽത്താന റസിയ എന്ന് പറയുന്നത്. സോ ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ സമയത്ത് ഒരേ ഒരു വുമൺ റൂളറെ ഡൽഹിയിൽ ഉണ്ടായിരുന്നുള്ളൂ, ദാറ്റ് ഈസ് സുൽത്താന റസിയ. കാര്യം ഇൽത്തുമിഷിന് ആൺമക്കളില്ലായിരുന്നു. ഇൽത്തുമിഷിന് ശേഷം വരുന്ന ബൽബൻ എന്ന് പറയുന്നത് അഗെയിൻ അവിടുത്തെ ലീഡേഴ്സ് എന്ന് വെച്ചാൽ അവരുടെ നോബിൾസിന്റെ ഹെൽപ്പോട് കൂടി വരുന്ന ഒരു നോബിളാണ് ഈ ബൽബൻ എന്ന് പറയുന്നത്. ഓക്കെയാ.
സോ ഇൽത്തുമിഷിന്റെ മകളാണ് റസിയ സുൽത്താന എന്ന് പറയുന്നത്. സോ റസിയ സുൽത്താന ഭരണം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹർ കമാൻഡർ, ഹർ ബോഡി ഗാർഡ് എന്ന് പറയും. സോ ഹർ ബോഡി ഗാർഡ്. സോ അതിനുശേഷം സുൽത്താനയെ വീണ്ടും അൺസീറ്റ് ചെയ്തിട്ട് നോബിൾസിന്റെ ഭരണം വരുന്നു. ആ നോബിളിന്റെ ആളാണ് ഈ ബൽബൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എക്സ്പാൻഷൻ ഓഫ് സുൽത്താനേറ്റ്. സോ ഖൽജി ഡൈനാസ്റ്റി സക്സീഡഡ് ദ മംലൂക്ക് ഡൈനാസ്റ്റി. അലാവുദ്ദീൻ ഖൽജി ആയിരുന്നു ഇതിനകത്ത് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള റൂളർ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡ്യൂറിങ് ഹിസ് ടൈം എന്തോ ചെയ്ത് പുള്ളി സൗത്ത് ആൻഡ് വെസ്റ്റ് റീജിയൻ ഓഫ് ഇന്ത്യ ഡൽഹി സുൽത്താനേറ്റിന് അണ്ടറിൽ കൊണ്ടുവന്നു. സോ നമ്മൾ നേരത്തെ കണ്ട ഗുജറാത്ത് വാസ് ദ ഫസ്റ്റ് റീജിയൻ ദാറ്റ് കെയിം അണ്ടർ ഹിസ് കൺട്രോൾ. സോ ഖിൽജി ഡൈനാസ്റ്റിയുടെ സമയത്താണ് ഗുജറാത്തിനെ പിടിച്ച് അണ്ടറിൽ കൊണ്ടുവന്നത്, ഗുജറാത്തിനെ അണ്ടറിൽ കൊണ്ടുവന്നു. ഓക്കെ, you can find that the long coastline is a peculiar feature of Gujarat. Yes or no? So several seaports exist there. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അവരുടെ ഗ്രോത്ത്. With the conquest of Gujarat, these seaports came under the Alauddin Khilji. He could import fine horses from Iraq through these ports. So ഈ പോർട്ടിലൂടെ ഫൈൻ ഹോഴ്സസിനെ ഇമ്പോർട്ട് ചെയ്തു. So this strengthened his military power and he conquered the region south and western region of India. Are you getting that? So first നമ്മളുടെ ഇൽത്തുമിഷിന്റെ സ്ലേവ് ഡൈനാസ്റ്റി വന്നു. അതിനുശേഷം വരുന്നത് നമ്മളുടെ ഖിൽജി ഡൈനാസ്റ്റി. ഖിൽജി ഡൈനാസ്റ്റിയുടെ സമയത്താണ് ഒരുപാട് സതേൺ എക്സ്പാൻഷൻ നടക്കുന്നത്. So the Khilji dynasty was succeeded by Tughlaq dynasty. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഒരു ഇമ്പോർട്ടന്റ് റൂളർ ആണ്. സോ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഡൽഹിയിൽ നിന്നും സൗത്തിലോട്ട്, സോ ദേവഗിരി എന്ന് പറയുന്ന റീജിയനിലോട്ട് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്ത് നോക്കി. ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലോട്ട്. സോ ദേവഗിരി ദെൻ റീനെയിംഡ് ടു ദൗലത്താബാദ്. ഓക്കെ, സോ ദൗലത്താബാദ് ഒറിജിനൽ നെയിം ദേവഗിരി എന്നായിരുന്നു, പക്ഷെ അവർക്ക് ആ ഉറുദു പേരുകളെ ഇഷ്ടപ്പെടും, അതുകൊണ്ട് അവർ ദൗലത്താബാദ് എന്ന് റീനെയിം ചെയ്തു. സോ ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലോട്ട് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ് നടത്തി പുള്ളിയും പരിവാരങ്ങളായിട്ട്. ഡൽഹി ഇനി തൊട്ട് നമ്മുടെ ക്യാപിറ്റൽ ഡൽഹി അല്ല, വി ആർ ഗോയിങ് ടു ദൗലത്താബാദ് എന്ന് പറഞ്ഞ ഒരൊറ്റ പോക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷെ പ്രശ്നം എന്തുവാ, ഒറ്റ ദിവസം കൊണ്ട് ക്യാപിറ്റൽ ഞങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? പിന്നെ ഇന്നത്തെ കണക്കുള്ള വെൽ ഡെവലപ്ഡ് റോഡും സിസ്റ്റം ഒന്നുമില്ല. അന്ന് ഇതിലേക്കൂടെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൽ 10 പേര് പോലും കാണത്തില്ല എന്നുള്ളതാണ് സത്യം. സോ ഹി ആക്ച്വലി suspended that decision and gone back to Delhi. Okay, so Muhammad bin Tughlaq thought all the regions could be controlled effectively by shifting his capital from Delhi to Dawlatabad. But later he found that shifting the capital was not a practical and he withdrew the decision. Okay, the rulers of Sayyid Lodhi dynasties who succeeded to Tughlaq were weak. അതുകൊണ്ടാണ് ഡൈനാസ്റ്റി ഫെയിൽ ആവാൻ കാരണം. Yes or no? So നമ്മൾ മുഹമ്മദ് ഗോർ ഇവിടെ വന്നതിനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം മംലൂക്ക് ഓർ സ്ലേവ് ഡൈനാസ്റ്റി വന്നു. അതിനുശേഷം ഖിൽജി ഡൈനാസ്റ്റിയെ കുറിച്ച് പഠിച്ചു. തുഗ്ലക്കിനെ കുറിച്ച് പഠിച്ചു. തുഗ്ലക്കിന് ശേഷമുള്ള സയ്യിദും ലോധിയും അത്ര പവർഫുൾ ആളുകളായിരുന്നില്ല. യെസ് ഓർ നോ? നൗ ഡൽഹി അണ്ടർ മുഗൾ റൂളർ. സോ ലോധി ഡൈനാസ്റ്റിയാണ് ഏറ്റവും അവസാനത്തത്. സോ ലോധി ഡൈനാസ്റ്റിയുടെ ഇബ്രാഹിം ലോധി ബാബറുമായിട്ട് പാനിപ്പത്തിൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്, ഫസ്റ്റ് വാർ ഓഫ് പാനിപ്പത്ത്. ഇപ്പോഴത്തെ ഹരിയാന റീജിയനിലാണ് പാനിപ്പത്ത് വരുന്നത്. സോ ഫസ്റ്റ് വാർ ഓഫ് പാനിപ്പത്തില് ഫൈറ്റിംഗ് നടക്കുന്ന സമയത്ത് ലോധിക്ക് ഒരു സൈന്യമുണ്ടല്ലോ, അതിന്റെ വെറും 1/10 മാത്രമേ ഉള്ളായിരുന്നു ബാബറിന്റെ ആർമി സ്ട്രെങ്ത് എന്ന് പറയുന്നത്. പക്ഷെ ബാബർ സക്സീഡഡ് ഇൻ ദാറ്റ് വാർ. ഹൗ? ബിക്കോസ് superiority of Babar force. Superiority എന്ന് വെച്ചാൽ അവര് cannons ഗൺ പൗഡറും യൂസ് ചെയ്തിരുന്നു. So by that easily they could defeat Ibrahim Lodi. So Babar ended Sultanate reign and established Mughal rule in Delhi and capital Delhi ആയിട്ട് വെച്ച് മുഗൾ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ ഇന്ത്യയിലെ മുഗൾ റൂളിംഗ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ 1726 മുതൽ 1707 വരെയുള്ള ടൈമാണ് നമ്മൾ പറയുന്നത്. യെസ് ഓർ നോ? സോ ബാബർ വരും, ബാബറിന്റെ മകൻ ഹുമയൂണിന്റെ മകൻ അക്ബർ, ദെൻ ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്.
ഔറംഗസേബിന് ശേഷം, ഔറംഗസേബ് ഒരു നല്ല സ്ട്രോങ് ഭരണാധികാരിയായിരുന്നു. ഔറംഗസേബിന് ശേഷം ആക്ച്വലി മുഗൾ റൂളിംഗ് ഓൾമോസ്റ്റ് തരിപ്പണമായെന്ന് വേണം പറയാൻ. കാര്യം ഔറംഗസേബ് ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള റൂളർ ആയിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് slowly their strength deteriorated and soon it is overpowered by the European powers. 1857 നമ്മളുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. സോ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസോട് കൂടിയാണ് മുഗൾ റൂൾ ടെക്നിക്കലി ഇന്ത്യയിൽ എൻഡ് ആവുന്നത് 1857 ബട്ട് ഇൻ റിയാലിറ്റി 1707 തന്നെ അവരുടെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഓക്കെ, നമുക്ക് നോക്കാം. The Mughal rule established by Babur was later extended. Akbar played a very important role. He formed a huge army. To maintain that army, he formed a special system called Mansabdari. മൻസബ്ദാരിയുടെ പ്രത്യേകം, മൻസബ്ദാരിയിൽ ഓരോ ഓഫീസർ ഈസ് ലയബിൾ ടു മെയിൻറ്റെയിൻ എ സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജേഴ്സ്. അതായത് മൻസബ്ദാരി സിസ്റ്റത്തിനകത്ത് സാലറി ഇല്ല, സാലറിക്ക് പകരം ഒരു ഏരിയ അലോട്ട് ചെയ്യും. സോ ഏരിയ അലോട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ടാക്സ് കളക്ഷനും അഡ്മിനിസ്ട്രേഷനും എല്ലാം അവർക്ക് ചെയ്യാം. പക്ഷേ അവരൊരു മിനിമം നമ്പർ ഓഫ് മിലിറ്ററി സ്ട്രെങ്ത് അവരെപ്പോഴും വെച്ചിരിക്കണം. അതായത് ഹോഴ്സ് ഇത്ര എണ്ണം ഹോഴ്സ് സ്ട്രെങ്തും കാലാൾപ്പടയും എല്ലാം അവർ റെഡിയാക്കി വെച്ചിരിക്കണം. സോ അങ്ങനെ ആ ഒരു സ്ട്രെങ്തിനനുസരിച്ചാണ് അവർക്ക് മൻസബ്സ് കൊടുത്തിരുന്നത്. ഓക്കെ, സോ ഈ ആർമിയെ തീറ്റിപ്പോറ്റേണ്ട ജോലി ഓർ ആർമിയെ അവരുടെ ട്രീറ്റ്മെന്റുള്ള പൈസ ഈ മൻസബ്സ് കണ്ടുപിടിച്ചോണം. അതാണ് ഈ മൻസബ്ദാരി എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ അക്ബറിന്റെ സമയത്ത് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് അക്ബർനാമയും ഐനി അക്ബറിയും. അക്ബർനാമ എന്ന് പറയുന്ന ഒരു ബുക്കാണ്, ദാറ്റ് ഈസ് റിട്ടൺ ബൈ അബ്ദുൽ ഫാസൽ. സോ അബ്ദുൽ ഫാസൽ എഴുതിയ ബുക്കിന് 3 പാർട്ട് ഉണ്ടായിരുന്നു. അതിന്റെ 3rd പാർട്ടിനാണ് ഐനി അക്ബരി എന്ന് പറയുന്നത്. അക്ബറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ പ്രശസ്തമായ വെരി പവർഫുൾ റൂളർ ഇൻ ഇന്ത്യ ആയിരുന്നു അക്ബർ എന്ന് പറയുന്നത്. ബട്ട് അക്ബർ എന്ന് പറയുന്നത് ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, എഴുതാനും വായിക്കാനും അറിയാത്ത പുള്ളിയായിരുന്നു. ഓക്കെ, സോ അക്ബറിന്റെ കോർട്ടിൽ ഉള്ള ഒരു സാഹിത്യകാരനായിരുന്നു അബ്ദുൽ ഫസൽ എന്ന് പറയുന്നത്. പുള്ളിക്കാരനാണ് അക്ബർനാമ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്. ഓക്കെ, സോ ഈ ഐനി അക്ബറിയിലാണ് അക്ബറിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഈ റീജിയൻ ഇവരെല്ലാം രാജ്പുത്ത് ആയിരുന്നു. ദേ വെയർ ഓഫീസേഴ്സ് അണ്ടർ അക്ബർ. അക്ബർ എന്ന് പറയുന്നത് റിലീജിയസ്ലി വളരെ ടോളറന്റ് ആയിട്ടുള്ള ഒരു റൂളറാണ് അക്ബർ എന്ന് പറയുന്നത്. അക്ബർ ഇതുകൂടാതെ നിങ്ങളുടെ ബുക്കിൽ പഠിക്കാനില്ല, ഇതുകൂടാതെ ദിൻ ഇലാഹി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഒക്കെ അക്ബർ എസ്റ്റാബ്ലിഷ് ചെയ്തായിരുന്നു. ദിൻ ഇലാഹി എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഒരു റിലീജിയൻ അല്ല, പല റിലീജിയനുകളുടെ ഒരു മിശ്രിതം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ അക്ബർ വാസ് വെരി ടോളറന്റ് ടുവേർഡ്സ് ഓൾ അതർ റിലീജിയൻ. പക്ഷെ നമ്മളെ ഇപ്പോ ഈ മുഗൾ റൂളിന്റെ എൻഡിലോട്ട് എടുത്ത് നോക്കുമ്പോൾ ഔറംഗസേബ് എടുത്ത് നോക്കിയാൽ ഔറംഗസേബ് ആക്ച്വലി ആന്റി ഹിന്ദു ആയിരുന്നു. സോ ഹിന്ദുസിനെ എങ്ങനെല്ലാം ദ്രോഹിക്കാമോ അതെല്ലാം ചെയ്തിരുന്ന പരിപാടിയാണ് ഈ ഔറംഗസേബ് ചെയ്തിരുന്നത്. കൺവേർഷൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകം പാരിതോഷവും കൊടുക്കുക അങ്ങനെയുള്ള പരിപാടിയായിരുന്നു. ബട്ട് അക്ബർ വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. അക്ബർ റെസ്പെക്റ്റഡ് ഡിഫറെന്റ് പീപ്പിൾ. അതുകൊണ്ടാണ് അക്ബർ അത്രയും വലിയ റൂളർ ആയതും അക്ബറിന് ശേഷം കുറച്ച് നാളത്തേക്കെങ്കിലും ആ ഒരു കൺട്രി റിമെയിൻ ആവാൻ കാരണം. സോ ദ റീജിയൻ അണ്ടർ ദ മുഗൾ റൂളർ ഇവിടെ ലിസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനകത്തുണ്ട്, നിങ്ങൾ കാണാം, നിങ്ങൾക്ക് കാന്തേഷ്, ഗുജറാത്ത്, മാൽവ ഈ റീജിയൻ എല്ലാം ലിസ്റ്റ് ചെയ്യണം ഇവിടെ. ഓക്കെ, സോ ഇവിടെ ചെറിയൊരു കാര്യം കൊടുത്തിട്ടുണ്ട്, ഷേർഷാ സൂരിയുടെ ഒരു കാര്യം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഹുമയൂണിന്റെ ടൈം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1530 ബാബറിന്റെ മരണത്തിന് ശേഷം 1530 to 40 വരെ ഹുമയൂൺ ഭരിച്ചു. പിന്നീട് ടൈം കാണിക്കുന്നത് 55 നിന്ന് 56 വരെ ഒരു വർഷമാണ്. സോ വാട്ട് ഹാപ്പൻ ഫ്രം 1540 to 1555 ഓർ 15 വർഷക്കാലം എന്ത് സംഭവിച്ചു? 15 വർഷക്കാലം വേറെ ആൾക്കാർ അവിടെ ഭരിച്ചത് ഷേർഷാ സൂരി. ഡൽഹി വാസ് റൂൾഡ് ബൈ ഷേർഷാ സൂരി. ഷേർഷാ സൂരി എന്ന് പറയുന്നത് വേറൊരു ഡൈനാസ്റ്റി, അസുർ ഡൈനാസ്റ്റിയിലെ ആളാണ് ഷേർഷാ സൂരി എന്ന് പറയുന്നത്. 1540 മുതൽ 1555 വരെ, 45 അല്ല 55 വരെ. Okay, he rose to power by defeating Mughal ruler Humayun. His successors were weak, hence Humayun recaptured in 1555. So 15 വർഷക്കാലം ഷേർഷാ സൂരിയുടെ അണ്ടറിലായിരുന്നു ഡൽഹി എന്ന് പറയുന്നത്. മനസ്സിലായോ? മുഗൾ എംപയർ എക്സ്പാൻഡഡ് ദ മോസ്റ്റ് ഡ്യൂറിങ് ഔറംഗസേബ്. ഔറംഗസേബിന്റെ ടൈമിലുള്ള മുഗൾ എംപയർ നോക്കിയേ, ഇവിടെ സൗത്ത് ഇന്ത്യയുടെ ഇവിടം വരെ വന്ന് മുഗൾ എംപയർ എന്ന് പറയുന്ന ഔറംഗസേബിന്റെ സമയത്ത്. സോ ഇത്രയും വലിയൊരു ഏരിയ കൺട്രോൾ ചെയ്ത് സെൻട്രലി അഡ്മിനിസ്ട്രേഡ് ആയിട്ട് നിർത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്, വെരി ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് അവരതിൽ ഫെയിൽ ആയതും മുഗൾ റൂളിംഗ് എല്ലാം സ്റ്റോപ്പ് ആവുന്നതും. He ruled for 50 years. Though the empire began to decline after Aurangzeb, it lasted until 1857. അതിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു.
So this is what is about Delhi. So the next portion we will continue in the following class. Thank you.